അത് എല്ലാ കുഞ്ഞുങ്ങളും നല്ല സ്വീറ്റാണ്. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഗാതാൻ്റെ പ്രൊഡ്യൂസർ, ഈ ടോപ്പ് സിംഗറിൻ്റെ പ്രൊഡ്യൂസർ സിന്ധുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിന്ധു ഞാനിവിടെ വരുന്ന വേറെ ഒന്നും ആലോചിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ അല്ല, ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അവർ ഈ നല്ല പാട്ട് ഇങ്ങനെ പാടും, ചിലതൊക്കെ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റുകളാണ്, നിന്ന് അവർ നിന്ന് പാടുന്ന കാണാൻ നമ്മുടെ ഈ അന്തപ്പെട്ട് നമ്മൾ ഇമോഷണലായി നമ്മൾ എണീറ്റ് നിന്ന് കൈ തട്ടുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നും കിട്ടത്തില്ല. അതൊരു ഭാഗ്യക്കുറി അടിച്ചാലൊന്നും കിട്ടത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു സന്തോഷം. പുതിയ സിനിമകൾ ഏതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഒരു 4 ഫിലിം ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു തമിഴ് ഫിലിം ചെയ്യുന്നുണ്ട്, അതല്ലാണ്ട് ലാൽ സാറിൻ്റെ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ TK രാജീവ്കുമാർ സാറ് തന്നെയാണ്. അതിന് മ്യൂസിക്കിന് ഒരു ഇച്ചിരി പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് കലക്കാൻ പറ്റണേ ദൈവമേ എന്നാണ്, തകർക്കാൻ പറ്റണേ എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പോൾ ഈ പുതിയ പിള്ളേർക്കൊക്കെ ചാൻസും കൊടുക്കണം എന്നെനിക്കൊരു മനസ്സിൽ, ഞാൻ ചിലരെയൊക്കെ കുറിച്ചിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. അതൊരു സന്തോഷമല്ലേ. ഇപ്പോൾ ബിദു ആണെങ്കിലും നമ്മുടെ ശ്രീനിവാസനാണെന്ന് എനിക്കാണ് ആദ്യം പാടുന്നത്. അപ്പം അതൊക്കെ ഒരു സന്തോഷം. അവർക്ക് ഈ അണ്ണാച്ചി ജോലി വിട്ടവരെ ഞാൻ പറഞ്ഞിട്ടാണ്. സെറീൻ ഡൈസ്റ്റഫ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ശ്രീനിവാസേട്ടൻ. അവിടെ ഈ കളറ് മുക്കി നടന്നതാണ് ഉടുപ്പിനെ. ഇവർ പാടാൻ വരുമ്പോൾ ഇത് ഈ കളറ് പോകത്തില്ലടേ എന്ന് പറയും. അത് കാര്യം കണ്ടാൽ അറിയാം. ഞാൻ പറഞ്ഞത് കളറൊക്കെ വിടണ്ട, പാട്ടിൽ കുറേ കളർ കൊണ്ടുപോകാം, ജോലി വിടും എന്ന് പറഞ്ഞ് വിടിച്ചത് ഞാനാണ്. അത് കുറേ സന്തോഷം. അവരൊക്കെ സൂപ്പർ ലെവലിൽ, ഇപ്പോൾ വിധുവാണെങ്കിലും അണ്ണാച്ചി ആണെങ്കിലും കലക്കി ഇരിക്കുന്നതുകൊണ്ടുള്ള ഒരു സന്തോഷം തന്നെയാണ് മനസ്സിൽ. തീർച്ചയായിട്ടും അതൊക്കെയോ ഉള്ളു സന്തോഷം. അത്തരത്തിലുള്ള സന്തോഷങ്ങളുമായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും കുറച്ച് നാക്കുടക്കുന്ന പാട്ടുകളൊക്കെ തരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് പണിയെടുക്കട്ടെ അല്ലേ? ഉറപ്പായിട്ട് നല്ല പാട്ട് എല്ലാം ജനങ്ങളിൽ ചെന്ന് ചേരട്ടെ രജനീഷ്. അതേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടമാവട്ടെ. ഇപ്പോൾ ശ്രീരാഗമോ എന്നുള്ള പാട്ടുകൾ ഞാനത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ജനങ്ങളാണ് പാടുന്നത്. ഇപ്പോൾ ഹരീഷ് ശിവരാമകൃഷ്ണൻ്റെ ഒരു പ്രോഗ്രാമിനും ഹരീഷ് ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് ആ ക്രൗഡ് മുഴുവൻ പാടുക. അതുപോലെ വേറെ ഏതോ ഒരു തെരുവിൽ എല്ലാവരും നിന്ന് പാടുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ നമ്മുടെ മോഹൻലാൽ അണ്ണാച്ചിയുടെ അടുത്തും പറഞ്ഞു, ഒരു ആന്തം പോലെ ആയ ആ ഒരു പാട്ട്, അതിൽ കുറേ സന്തോഷമുണ്ട് എനിക്കെന്നാലും. അതുപോലെ എല്ലാ പാട്ടുകളും. അല്ല, അതിലൊരു അനുഭവം കൂടെ സാറ് പറയാനുണ്ട്. ഇപ്പൊ ലാലേട്ടനുമായിട്ട് ഈ അടുത്ത് ആ പാട്ട് ഒരുമിച്ച് നിന്ന് പാടിയില്ലേ? അതൊരു സന്തോഷം. അത് നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഫിനാലെ ലാലേട്ടൻ്റെ കൂടെ, അത് എന്താ പറയണ്ടേ, അതൊന്ന് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിട്ട് ശ്രീരാഗമോ പാടി, അതൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഒരാൾ, അത്രയ്ക്ക് എത്ര കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത ഒരു മനുഷ്യൻ അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പാടി വൈറലായ സൂപ്പർ ഡൂപ്പർ ഹിറ്റായ ഒരു പാട്ട് പാടുന്നത് അതെനിക്കൊരു ഒരു മൊമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് പാലപ്പൂ ഇതൾ പോലെ ഞങ്ങൾക്ക് പാടാൻ പറ്റുന്ന പാട്ടും കൂടെ തരൂലേ? സാറ് പറയുമ്പോൾ കുളിക്കുമ്പോ പാടാൻ പറ്റുന്ന പാട്ട് സോപ്പ്. അത് ആസേട്ടാ പറഞ്ഞത്, കുളിക്കുമ്പം പാടാൻ പറ്റിയ പാട്ട് ചെയ്യടാ. ഞാൻ പറഞ്ഞു എൻ്റെ പാട്ട് പാടി അങ്ങനെ കുളിക്കേണ്ടത് ആസേട്ട. അത് ആസേട്ടൻ്റെ ഭയങ്കര ചിരിയാണ് എല്ലാം നല്ല. ഇപ്പം ഞാൻ US പോയപ്പോഴും ആസേട്ടനെ പോയി കണ്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അതൊരു വൈബ് വേറെയാണ്. പ്രഭ ചേച്ചിയും ആസേട്ടൻ്റെ ചെറു കുഞ്ഞും അതിനെയൊക്കെ കണ്ട് അത് കുറേ സന്തോഷമായി മനസ്സിൽ. അത് ശരി, ഇവരെയൊക്കെ എന്താ പറയണ്ടേ, ഇപ്പം ബാലമുരളി സാറാണെങ്കിലും ഞാൻ ഇടപഴകിയിട്ടുള്ള എല്ലാ രാജാ സാറ്, എൻ്റെ മാഷ് ചിദംബരം മാഷ്, ബാലമുരളി സാറ്, ഇവരുടെയൊക്കെ അടുത്ത് MSV സാറ്, ഇതുപോലുള്ള എല്ലാ മ്യൂസിക്കും, ദക്ഷിണാമൂർത്തി സ്വാമി, എല്ലാവരുടെയും കൂടെ നമ്മൾ അവരുടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയതൊരു ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ബാലുവണ്ണൻ, SPB സാർക്ക് അത്ര എനിക്ക് അധികം പാട്ട് അദ്ദേഹം ഒഫീഷ്യലി പാടിയിട്ടില്ല എങ്കിലും ഒരു 10-12 പാട്ടോളം വേറെ പലർക്കും ചെയ്തത് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ അറിയാതെ ഞാനാ ചെയ്തത്. ആ ഒരു സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് SPB സാറിനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഗുരുനാഥനാണ്, ബാലമുരളി സാറാണ്. അപ്പോൾ അതാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ കാണുമ്പോഴും സ്നേഹം എപ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാതെ വിടത്തില്ല ബാലുവണ്ണൻ. അതുകൊണ്ടാണ് അദ്ദേഹം പോയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയത്. അല്ല, അതൊക്കെ ഒരു ഭാഗ്യമാണല്ല, വേറെ ഒന്നുമില്ല. എന്ത് കൊണ്ടുവന്നു, നമ്മളെന്ത് കൊണ്ടുപോകുന്നു പോകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്മളെക്കൊണ്ട് പറ്റുന്നത് നല്ല കുറേ പാട്ടുകൾ, ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന കുറച്ച് പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെ മഹാഭാഗ്യം. കണ്ണൂർ രാജൻ സാറിനെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്റർവ്യൂ അവസാനിപ്പിക്കാൻ തോന്നണം. ആയിക്കോട്ടെ, അത് സുഖമായിരിക്കും. അതെ, കാര്യം രാജമാഷ് അതുപോലെ പറയും എത്ര പാട്ടുകൾ, അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ. ദേവീക്ഷേത്ര നടയിൽ നീലാംബരപ്പൂക്കൾ, എനിക്ക് അതൊക്കെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കിടന്ന ശങ്കരധ്യാന, ശരത് പൂർണിമ യാമിനി. ഞാൻ പറയും സീതയുടെ അടുത്ത്, അതൊക്കെ എന്നെ വിചാരിച്ച് ചെയ്തായിരിക്കട്ടെ നിൻ്റെ അച്ഛനും. ഇല്ലത് ചാൻസ്
തേടിയാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. എൻ്റെ ആദ്യത്തെ ഞാൻ ചെയ്യുന്ന വർക്കിന് കണ്ണൂർ രാജമാഷാണ് വന്നിരുന്നത്. അത് എനിക്ക് ഒരു എത്തും പിടിയില്ലാത്തതുകൊണ്ട് ഒരു ആൽബം ചെയ്തിരുന്നു ഞാൻ. അത് അദ്ദേഹമാണ് കൂട്ടിരുന്ന് സൂപ്പർവൈസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ ഭാര്യ ചുമ്മാ അവിടെയൊക്കെ തേരാപ്പാര ഒരു ചുരിദാർ ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കറിയാമോ ഇത് ഇതിനെ തന്നെ നമ്മൾ കെട്ടുവന്ന്. പിന്നെ അത് എന്താ ആ വഴിയും കൂടെ ഒന്ന് പറയുമോ? ആ വഴി വളരെ എളുപ്പമാണ്. കാര്യം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് ചാൻസ് തേടിയാ പോയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചെറുമോളെ പാടി ഉറക്കാനുള്ള താരാട്ട് പാടാനുള്ള ചാൻസാണ് എനിക്ക് കിട്ടിയത്. അതങ്ങനെ അങ്ങ് സൂക്ഷിച്ചു. അതേ കൂടുതലൊന്നും പറയണ്ടല്ലോ. പിന്നെ സീത നല്ല ഒരു ഉഗ്രം ക്രിട്ടിക്കാണ്. അവിടെ നിർത്തി ഉള്ളത് തുറന്ന് മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഒരാളാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറയും. പിന്നെ ശരത്തേട്ടനാണല്ലോ, അങ്ങനെയുള്ള സ്നേഹമൊന്നും അവൾക്കില്ല പ്രത്യേകിച്ച്. അപ്പോൾ അതൊരു നല്ലതാണ് സത്യത്തിൽ. നല്ലതാണെങ്കിൽ നല്ലത്, പന്നലാണെങ്കിൽ പന്നൽ. കുടുംബം എനിക്ക് ഒരു മകളാണ് ദിയ. അവൾ മിടിക്കുകയാണ്. അവൾ ഉഗ്രായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് പാടും അവൾ. പക്ഷേ നമ്മൾ അവിടെ ദക്ഷിണയൊക്കെ വെക്കണം കുഞ്ഞിന്, എങ്കിലും അവൾ പാടത്തുള്ളൂ. ഒരു കാര്യം കൈ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ദക്ഷിണ വെക്കാറില്ല. അപ്പോൾ അവളായിട്ട് പാടും, ചിലതൊക്കെ ഉഗ്രായിട്ട് പാടും. ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ രണ്ടിൻ്റെ ടൈമിങ് സെറ്റ് ആവുന്നില്ല, അതാ പ്രോബ്ലം. അപ്പോൾ മോള് സീത ഒരു ഉഗ്രം കുക്കാണ്. കൈ എന്തിലും കൊണ്ട് കൈ വെച്ചാലും അസാധ്യ ടേസ്റ്റാണ്. എൻ്റെ ഈ ബോഡിയുടെ ഷേപ്പ് ഇറഗുലർ ഷേപ്പായതിൻ്റെ പ്രധാന കാരണക്കാരി സീതയാണ്. ഞാൻ നല്ലൊരാളായിരുന്നു. കാര്യം എനിക്ക് ഫുഡ് ഇഷ്ടമാണ്, രജനീഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളതെല്ലാം കൂടെ വാരിക്കാർ. അത് ഇവളുണ്ടാക്കുന്നത് എന്താണെങ്കിലും അസാധ്യ ടേസ്റ്റാണ്. അത് ഞാൻ പൊക്കി പറയല്ല, ഭാര്യയാണ്ട് പറയല്ല. ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. അതൊക്കെ എന്താ പറയുക, സത്യം പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഒരു ഭാഗ്യം. അത്രേ ഉള്ളൂ. എൻ്റെ വൈഫും എൻ്റെ മോളും. അങ്ങനെ അത് മുന്നോട്ട് പോട്ടെ. ഈ സന്തോഷവും പിന്നെ ഈ ചിരിപ്പിക്കാനുള്ള അയ്യോ വീട്ടിൽ തമാശ പറഞ്ഞാൽ അച്ഛാ ക്രിഞ്ച് അച്ഛാ എന്ന് പറഞ്ഞ് മോള്. ശരത്തേട്ട എന്തുവാ ശരത്തേട്ട ഒരു നിലവാരമില്ലല്ലോ ശരത്തേട്ടൻ സീതയെ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വളരെ സീരിയസ് ആയിട്ടൊരു മനുഷ്യനാണ്. സീതയെ പുട്ടെടുത്ത് വെക്കൂ. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ ഒന്നും അവിടെ കേൾക്കത്തില്ല. എല്ലാം ഭയങ്കര ക്രിഞ്ചാ മോക്ക്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ക്രിഞ്ചൊന്നുമില്ല. ഞാൻ ഈ ഇടയ്ക്ക് ക്രിഞ്ചാവാതെ സൂക്ഷിക്കാം നമുക്ക്. അപ്പോൾ നന്ദിയോടെ സംസാരിക്കാൻ കഴിഞ്ഞാൽ കുറേ സന്തോഷം രജനീഷ. കാര്യം എനിക്ക് രജനീഷിനെ കുറേ ഇഷ്ടമാണ്. അത് ഒരു സൂചിപ്പിക്കലും അല്ല. അത് ഒരു വ്യക്തിയായിട്ട് എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഞാനത് വിളിച്ച് പറയുകയും ചെയ്യില്ല. അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. നമ്പർ തപ്പി പിടിച്ച് അവിതയുടെ ഇന്ന് നമ്പർ മേടിച്ച് ഞാൻ വിളിച്ചു. അല്ലാതെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. ഇപ്പം ഞാനിരുന്ന് സംസാരിക്കും, എനിക്ക് സത്യത്തിൽ വയ്യ. എൻ്റെ കണ്ണിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. മൂക്കിൻ്റെ അവസ്ഥയെ അത്ര സുഖം പോരാ. എന്നിട്ട് ഞാനിരുന്ന് സംസാരിക്കുന്ന ആ ഒരു സ്നേഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ നന്മയും ഉണ്ടാവട്ടെ രജനീഷിനും കുടുംബത്തിനും, അതിലെല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കെട്ടിപ്പിടിച്ചോ.